25,000 സ്ക്വയർ ഫീറ്റ്. ഒരു 50 രൂപ കൂടി എടുക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ഫ്രണ്ടിന്റെ കടയാണ്. 100 വെച്ചോളത്. ഇതിനകത്ത് ചാടി ചത്തുപോയി. ചോപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. ബൈ ബൈ ടാറ്റാ. കഴിഞ്ഞ ദിവസം ഇതിനകത്തുള്ള റെഡ് ലൈസിന് കുഞ്ഞിറങ്ങി. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടു. അത് ഇതിനകത്തേക്കാണോ ഏതിനകത്തേക്കാണ് മാറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്താ വെച്ചാൽ ഇന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് പിന്നെയും കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ ചെറിയ ബേസിനിൽ ഇടണോ ഇതിനകത്ത് ഇടണമെന്ന് ആപ്പാടെ കൺഫ്യൂഷനായി. ഞാൻ വിചാരിച്ചില്ല ഇത് 2 സെറ്റായിട്ടൊക്കെ ബ്രീഡാവും എന്നുള്ളത്. ഇരുളം വരാൻ പോവാണ്. വയനാട് ഇരുളം. എന്താ കാര്യം എന്നുള്ളത് പോയി വന്നിട്ട് കാണിച്ചു തരാം. ഒരു വിശേഷമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. 25,000 സ്ക്വയർ ഫീറ്റിലെ പൂക്കളം. ഞാനും വിഷ്ണുവും കൂടി വന്നേക്കണം കേട്ടോ. അവരവിടെ ഉണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. വലിയ പൂക്കളം അടിപൊളിയുണ്ട്, കാണാൻ നല്ല അടിപൊളിയുണ്ട്. പൂക്കളം ഉള്ളത് ഇരുളം നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കേട്ടോ. പരിപാടി കഴിഞ്ഞിട്ട് പുൽപ്പള്ളി എത്തി. ഇനിയിപ്പോൾ കുറച്ച് പൂക്കൾ ഇത് മേടിക്കാനുണ്ട്, കുറച്ച് തികയാത്തുണ്ട്, പിന്നെ പച്ചക്കറി മേടിക്കണം. വൈറ്റിന് 50 ഗ്രാമിന് 50 രൂപ. ചെണ്ടുമല്ലിയൊക്കെ 100 രൂപ. വൈറ്റ് ഒരു 50 രൂപ കൂടി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം ഉണ്ട്. ഓണത്തിൻ്റെ തലേന്നായപ്പോഴേക്ക് പൂക്കച്ചവടം തകൃതിയ. താഴെയുണ്ട്, ഇത് ഇവിടെയുണ്ട്, നേരെ ഇവിടെയുണ്ട്. ഓണത്തിൻ്റെ ഒരു ചെറിയൊരു പർച്ചേസ്. ഇത് കുഞ്ഞിൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്, ആര്യൻ്റെ കേട്ടോ. ചെടിച്ചട്ടി പർച്ചേസിങ് ആണ്. ഇന്നർ ചട്ടി, ഔട്ടർ ചട്ടി വരുന്ന ഇൻഡോർ വെക്കുന്ന ടൈപ്പ് മോഡലുകളും ഔട്ട്ഡോർ വെക്കുന്നതും. 100 വെച്ചോളത്. പിന്നെ ക്യാബേജ് എടുത്തില്ലേ, ഒരു 4-5 ക്യാരറ്റും കൂടി എടുത്തോ. സാധനങ്ങളൊക്കെ വാങ്ങി നിരത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുക്കണം. 2 ചെടീൻ്റെ ചട്ടി മേടിച്ചിട്ടുണ്ട്, നല്ല അത് ഒന്ന് സെറ്റാക്കണം. പച്ചക്കറീൻ്റെ ഒന്ന് നിവർത്തി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാഗ് മേടിച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്യാം. ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പോട്ടിൽ ചെടി വെച്ച് ഒരെണ്ണം, ഇത് അടുത്തത് ഇത് വേറൊരെണ്ണം ഈ കുഴിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊരു നീലപ്പൂ ഉണ്ടാകുന്ന ചെടിയാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഒന്നിവിടെ ഒന്നവിടെ, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ക്ലീനിങ് പരിപാടി. ഇതാ സ്വീറ്റ് പൊട്ടറ്റോ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു മുളക്, കാന്താരി അല്ല എന്തോ മുളക്. ഇത് തക്കാളി, ഇത് പിന്നെ ഒരു മുളക്. അത് ഇൻഡോർ പോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ പണിയായിരുന്നു. അപ്പോൾ എന്താ സ്ഥിതി നോക്കാം. നെക്സ്റ്റ് പരിപാടി കഴിഞ്ഞ ദിവസം മേടിച്ച ബെൻഡ് കാര്യങ്ങളൊക്കെ അല്ലേ, മെയിൻ ടാങ്കിന് ഓവർഫ്ലോ സെറ്റ് ചെയ്യണം. മേടിച്ചുകൊണ്ടുവന്ന ഒരു മോളി മോഡൽ ഒരു ഐറ്റം ഇല്ലായിരുന്നു, അതൊന്ന് വന്നപ്പോഴേക്ക് ഇതിനകത്ത് ചാടി ചത്തുപോയി. അവസ്ഥ വെള്ളം ഓവർ നിന്നിട്ടാണ് മീനൊക്കെ ചാടിപ്പോണേ. അപ്പോൾ ഇന്നത്തെ ചെറിയ പരിപാടി ഇതാ, ഒരു ഓവർഫ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിൽ നിൽക്കുമ്പോൾ ഈ ഓവർഫ്ലോ പോകുന്ന ആ ലെവലിൽ വെള്ളം നിന്നോളും. പിന്നെ വെള്ളം നിറയുന്നതനുസരിച്ച് നമ്മളൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോയിക്കോളും. ഇതാണ്ടോ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. പൂക്കൾ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇട്ട് കഴിയുമ്പോൾ സമയമാവും. അതവിടെ വിഷ്ണു അടുത്ത വാടാമുല്ല റെഡിയാക്കുന്നുണ്ട്. അമ്മ ഇതാ അവിടുത്തെ അടുത്ത കുക്കിങ്ങിൻ്റെ പരിപാടി. പൂക്കൾ ഒരുക്കാൻ വേണ്ടി ഇതാ 2 ടീമും കൂടി വന്നിട്ടുണ്ട്. അല്ല ഫ്രം കാലിക്കറ്റ്, കിങ്ങിണി എന്ന് പറയട്ടെ, കിങ്ങിണി ഫ്രം കമ്മന. ഏറ്റവും കൂടുതൽ പണിയുള്ള സാധനമാണ് ഇതൊരുക്കാൻ. ഇതാണ് ഒരുക്കി കൂട്ടി വെച്ചേക്കുന്നത്. അവരൊരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതാ ഈ പൂ റെഡിയാക്കാൻ പോകാം. ശരി നടക്കുന്നുണ്ട്. കട്ടൻ ചായ കുടിക്കൽ നടക്കുന്നുണ്ട്. ഒരാൾ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോസും ഉണ്ട്. ചോപ്പർ ചതച്ച് ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചോപ്പ് ചെയ്ത് അടിപൊളിയാണ്. ഇതുണ്ടോ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇത് നോർമലി ഇതുണ്ടോ, ഇത് ചോപ്പ് ചെയ്തത്. ഇതാണ് പരിപാടി. പക്ഷേ ഇടയ്ക്ക് ചെക്കായിട്ടുണ്ട്.
സംഭവത്തിൻ്റെ പിന്നിൽ അഗാധമായി പ്രവർത്തിച്ച അല്ലാമരിയ ബേസി, ഇത് നമ്മൾ സ്വന്തം കിങ് എണീസിയ. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റത്തെ ഔട്ട്. പൂക്കൾ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പം അതൊക്കെ ഉള്ളതൊക്കെ വെച്ച് ബാലൻസ് ചെയ്തൊക്കെ ഇടുക ചെയ്ത കേട്ടോ. അപ്പം ഫുൾ ടീം ഓക്കെ. ബൈ ബൈ, ടാറ്റാ.